നമസ്കാരം. കൗതുക വാർത്തകൾ വായിക്കുന്നത് ശീതൾ. വളരെ പ്രധാനപ്പെട്ട വാർത്ത. മോഹൻലാൽ അടക്കം എല്ലാവരും അമ്മ സംഘടനയിൽ നിന്നും ഔദ്യോഗിക പദവികളിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. തുടക്കം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നെങ്കിലും ക്ലൈമാക്സ് പൊളിച്ചു എന്ന് പ്രേക്ഷകർ മുട്ടുപടത്തിന് റിവ്യൂ രേഖപ്പെടുത്തി. അമ്മയെ ഈജിപ്ഷ്യൻ മമ്മിയാക്കിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മടിയിൽ കനമില്ലാത്തവർ അഭിപ്രായപ്പെട്ടു. ഓരോ ദിവസവും ഓരോരുത്തർക്ക് നേരെ ആരോപണം ഉയരുമ്പോൾ ഓരോരുത്തർ വീതം രാജിവെക്കുന്നതിനേക്കാൾ കൂട്ടരാജിയാണ് കൂടുതൽ ഉചിതം എന്ന് തോന്നിയതായി MAMA പ്രസിഡന്റ് വ്യക്തമാക്കി. അച്ഛൻ ഇല്ലാതായ അമ്മയെ അനാഥാലയത്തിലാക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഉപ്പ് തിന്നവർക്ക് വെള്ളം കുടിക്കാനായി കോഴിക്കോടിന് സമീപം കുളം തോണ്ടിയിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ CPM-ഉം മുകേഷും തീരുമാനമെടുക്കട്ടെ എന്ന പ്രതിപക്ഷ നേതാവ്. CPM-ഉം മുകേഷും ഉചിതമായി ഒരു തീരുമാനം എടുക്കട്ടെ. ഞാൻ രഞ്ജിത്തിന്റെ കാര്യം വന്നപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാകരുത് എന്ന് കൃത്യമായി ജീവിച്ചു കാട്ടാൻ തനിക്ക് സാധിച്ചതിൽ കൃതാർത്ഥതയുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. ഭരണപക്ഷത്തിന്റെ തീരുമാനങ്ങൾക്ക് സമ്മതം മൂളാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ കരുത്ത് പ്രശംസനീയമാണെന്ന് സഹ കസേര കളിക്കാരും അഭിപ്രായപ്പെട്ടു. പിണറായി വിജയൻ സർക്കാരിനെ താഴെ വീഴാതെ പിടിച്ചു നിർത്തുന്നതിൽ പ്രതിപക്ഷത്തിന്റെ പങ്ക് വിലയേറിയതാണെന്നും ആ കടപ്പാട് ഭരണപക്ഷത്തിന് തങ്ങളോട് ഉണ്ടാവണമെന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മപ്പെടുത്തി. മുകേഷ് MLA രാജിവെക്കണോ എന്ന് CPM തീരുമാനിക്കട്ടെ. എതിർ പാർട്ടിക്കാരുടെ സ്വകാര്യ തീരുമാനങ്ങളിൽ കൈകടത്തുന്നത് ഉചിതമാണെന്ന് താൻ കരുതുന്നില്ലെന്നും VD സതീശൻ പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ കുട്ടിയുടെ തുടയിൽ സൂചി തുളച്ച സംഭവത്തിൽ സൂചി കാണാതായതിൽ ദുരൂഹത. വയറ്റിൽ കത്രിക മറന്നുവെക്കുന്ന അവസ്ഥയിൽ നിന്ന് തുടയിൽ സൂചി ഒളിപ്പിച്ചു വെക്കുന്ന അവസ്ഥയിലേക്ക് സർക്കാർ ആശുപത്രികൾ എത്തിയതിൽ ആരോഗ്യമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. അനാരോഗ്യ രംഗത്ത് എക്കാലവും ഒന്നാം സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം ഉണ്ടാക്കിത്തരുന്നതാണ് ഇത്തരം സംഭവങ്ങളെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആശുപത്രികളിൽ ആരോഗ്യമന്ത്രിയുടെ പരിശോധനകൾ കൃത്യമായി നടക്കുന്നില്ല എന്ന ആക്ഷേപത്തോടും മന്ത്രി പ്രതികരിച്ചു. നമ്മുടെ സർക്കാർ ആശുപത്രികൾ വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ സൗകര്യപൂർവ്വം തനിക്ക് ഇടയ്ക്കിടെ പരിശോധനകൾ നടത്താനാകുമെന്ന് അവർ പറഞ്ഞു. മിന്നൽ പരിശോധനകൾക്ക് ആവശ്യമായ ക്യാമറാമാൻ, അകമ്പടി സേവകർ എന്നീ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. സിനിമയിൽ പുരുഷന്മാർക്കും രക്ഷയില്ല. ചാൻസ് ചോദിച്ചെത്തിയപ്പോൾ സംവിധായകൻ അപമര്യാദയായി പെരുമാറിയെന്ന യുവനടൻ നവജിത് നാരായണൻ. അച്ഛനെയും ആങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത സിനിമാ പ്രവർത്തകരുടെ പിടിയിലകപ്പെട്ട നടന്മാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അടുത്തതായി ഒരു ഹേമന്ത് കമ്മിറ്റിയെ നിയോഗിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു. ഇത്രയും ലൈംഗിക ദാരിദ്ര്യം കേരളത്തിലെ കലാകാരന്മാർ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാൻ വൈകിപ്പോയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഖേദം പ്രകടിപ്പിച്ചു. ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. ഇന്നത്തെ കൗതുകം അല്പം അധികമായി എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും തലയിൽ നിന്ന് പറന്ന കിളികളെ പിടിച്ച് തിരികെ കൂട്ടിലാക്കി അത്താഴം ഉണ്ട് ഉറങ്ങുക. കനമുള്ള കൗതുകങ്ങളുമായി നാളെ കാണാം. നമസ്കാരം. ശുഭരാത്രി.